മന്ദാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രെഡ് മസാലയാണ്. ഇതിൻ്റെ മസാല മാത്രം മതി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. എങ്ങനെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ 2 സവാള എടുത്തിട്ടുണ്ട്. അത് കുനു അരിഞ്ഞെടുക്കണം. 2 തണ്ട് കറിവേപ്പില, 3-4 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 5-6 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ തക്കാളി. ഇതെല്ലാം തീരെ കുഞ്ഞായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്ക് ബ്രെഡ് എടുക്കാം. അതിന് 4 പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് എത്ര പീസ് വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറഞ്ഞിട്ടൊക്കെ എടുക്കാം. ഞാനിപ്പോൾ 4 പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. 2 സൈഡും മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ നെയ്യാണ് ഉപയോഗിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ഓരോ പീസ് ബ്രെഡ് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. 2 സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. നെയ്യിൽ ഉണ്ടാക്കണോണ്ട് ഇതിന് കുറച്ച് നല്ല ടേസ്റ്റാണ്. സാധാരണ ഓയിൽ ഉണ്ടാക്കിയാലും മതി. ഞാനിപ്പോൾ നെയ്യിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതുപോലെ 2 സൈഡും ഒരുപോലെ മൂപ്പിച്ചെടുക്കുക. നമ്മൾ ഈ പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ള നെയ്യൊക്കെ ബ്രെഡ് വലിച്ചെടുത്തു. അതുകൊണ്ട് നമുക്ക് രണ്ടാമതും അതുപോലെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ 4 പീസും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ചെടുക്കണം. നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ കത്രിക വെച്ചിട്ടാണ് ഞാനിത് മുറിച്ചെടുക്കുന്നത്. എന്നാൽ നമുക്ക് ഒരുപോലെ അങ്ങ് മുറിച്ചെടുക്കാം. അതിൻ്റെ സൈഡൊന്നും വെട്ടിക്കളയേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ അതൊക്കെ ടേസ്റ്റാണ്. അതുകൊണ്ട് നമുക്കിത് 4 സൈഡും മുറിച്ച് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ 4 പീസും മുറിച്ചെടുക്കുകയാണ്. വലുപ്പമൊക്കെ അവനവൻ്റെ ഇഷ്ടം പോലെ ചെറുതോ വലുതോ ആക്കാം. ഇങ്ങനെയാണ് ഇത് മുറിച്ചെടുത്തപ്പോൾ കിട്ടുക. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇത് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ ഉള്ളി എല്ലാതും നമുക്കൊന്ന് മൂത്ത് കിട്ടേണ്ടതുണ്ട്. ഇഞ്ചി ചേർത്തു, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിൻ്റെ 3ൻ്റെയും പച്ചച്ചവ മാറിയ ശേഷം വേണം സവാള ചേർത്ത് കൊടുക്കാൻ. ഇത്ര മതി. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് അധികമായിട്ട് തോന്നുമെങ്കിലും ഇത് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് പാകത്തിനേ ഉണ്ടാവുള്ളൂ. അരിഞ്ഞു വെച്ചിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് 2-3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത്ര ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്രെഡ് ഉപ്പുള്ളതാണെങ്കിൽ ഇതിൽ ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി. അല്ല മധുരമുള്ള ബ്രെഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വിചാരിച്ചാൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ അധികമാവാതെ നോക്കണം. ഇനി 2-3 മിനിറ്റ് നേരം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കണം. ഇതുപോലെ വേണം ഈ ഉള്ളി കിട്ടാൻ. നന്നായിട്ട് ഉള്ളി മൊരിഞ്ഞ് നല്ല ഫ്രൈ ആവണം. അതിൻ്റെ ശേഷം വേണം നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സവാള നീളത്തിൽ അരിഞ്ഞിട്ട് മൊരിച്ചെടുക്കില്ലേ, അതുപോലെ വേണം ഇതിന് വേണ്ട ഉള്ളിയും മൊരിഞ്ഞ് കിട്ടാൻ. എന്നാലാണ് നമുക്ക് ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി തക്കാളി ഒന്ന് നന്നായിട്ട് വഴണ്ടിട്ട് ഇതിനോട് ചേർന്ന് കിട്ടണം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ തക്കാളി വഴറ്റിയെടുക്കാൻ. ഇപ്പോൾ ഏകദേശം രണ്ടും ഒന്ന് നന്നായിട്ട് യോജിപ്പായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം.
1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് വീണ്ടും നമ്മൾ എരിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത്യാവശ്യത്തിന് ഇതൊരു എരിവൊക്കെ വേണം. ബ്രെഡ് ഇനിയിപ്പോൾ ഉപ്പായിക്കോട്ടെ മധുരമുള്ളതായിക്കോട്ടെ നമുക്ക് ഇതിന് കുറച്ച് ഈ മസാലയ്ക്ക് എരിവ് വേണം. ഇനി എല്ലാം കൂടി ഒന്ന് പച്ചച്ചുവ മാറണ വരെ വഴറ്റിയ ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചുടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. വെള്ളം അധികമാവരുത്. നമ്മൾ ഈ മസാലയിൽ ഇങ്ങനെ പുരണ്ടിരിക്കണ മാതിരി വേണം വെള്ളം ഒഴിക്കാൻ. ഇത്ര മതി. കുറച്ച് വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ചുടുവെള്ളം ആയതുകൊണ്ട് നമുക്കതൊന്ന് യോജിപ്പായി കിട്ടേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ തിളച്ച് വറ്റണ്ട. ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ചെറു ചൂടിൽ വെച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഈ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത്ര മതി. കുഴമ്പ് പരുവത്തിലാണ് അപ്പോൾ ഇതിരിക്കുന്നത്. ഇനി അതിലേക്ക് ഈ ബ്രെഡ് ചേർത്ത് കൊടുത്ത് ഓരോ പീസിലും നമ്മൾ ഈ മസാല പിടിപ്പിച്ചിട്ട് വേണം പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ചധികം നേരം വേണം ഇത് ഇളക്കി യോജിപ്പിക്കാൻ. അതാണ് ഇത് വറുത്തെടുക്കാൻ കാര്യം. ഈ ബ്രെഡ് നമ്മൾ അങ്ങനെ പച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇളക്കണ സമയത്ത് എല്ലാം അത് പൊടിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് പൊടിഞ്ഞു പോവില്ല. ചെറിയ നനവിൽ ആ മസാല അതിൽ പിടിച്ച് കിട്ടും. ഇതുപോലെ ഓരോ പീസിലും നമ്മൾ ഇതുപോലെ ചേർത്ത് ഇളക്കി പിടിപ്പിച്ച് 2 മിനിറ്റ് നേരം നമുക്ക് വയ്ക്കാം. അതിന് ശേഷമാണ് നമ്മൾ വിളമ്പണ പാത്രത്തിലേക്ക് മാറ്റുന്നത്. രണ്ട് 3 മിനിറ്റ് നേരം സ്റ്റവ് ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണം. പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാമല്ലോ. ബ്രെഡൊക്കെ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിന് വേണ്ട. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം എനിക്ക് മുന്നിലേക്ക് പോകണമെങ്കിൽ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.